ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറ്റൊന്നുമല്ല, ധനുമാസത്തിലെ തിരുവാതിര. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ജനുവരി 12-ാം തീയതിയാണ്. അപ്പം ജനുവരി 12-ാം തീയതി തിരുവാതിരയാണെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി നൊയമ്പെല്ലാം എടുത്ത്, ശിവരാത്രി നൊയമ്പെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ തിരുവാതിര നൊയമ്പെടുത്ത് പിറ്റേ ദിവസം നമ്മൾ ഒരിക്കൽ മാത്രം കഴിച്ചിട്ട് അന്ന് രാത്രി നമ്മൾ ഉറക്കമൊഴിച്ച് പാട്ടൊക്കെ പാടി തിരുവാതിര കളികളൊക്കെ നടത്തി അങ്ങനെ നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത്. അപ്പോൾ തിരുവാതിരയ്ക്ക് എല്ലാ NSS കരയോഗങ്ങളിലെ ആളുകളെല്ലാവരും കൂടി ഒത്തുകൂടി, പെണ്ണുങ്ങളെല്ലാവരും കൂടി തിരുവാതിര എട്ടങ്ങാടിപ്പുഴുക്കുണ്ടാക്കും. എട്ടങ്ങാടിപ്പുഴുക്കുണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 8 കൂട്ടം നിലത്ത് പടരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അതായത് ചേമ്പ്, ചേന, മുതിര, പയർ, കടല, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എല്ലാം ചുട്ടെടുക്കുകയാണ്. തീയിൽ ചുട്ടെടുത്താണ് എട്ടങ്ങാടിപ്പുഴുക്കുണ്ടാക്കുന്നത്. അതിന് ശേഷം അന്ന് നമ്മളെല്ലാവരും 1-2 പാട്ട് പാടി പിരിയുന്നു. പിറ്റേ ദിവസം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അന്ന് ഭക്ഷണം കഴിക്കില്ല, അതിന് പകരമായിട്ട് കപ്പപ്പുഴുക്കോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ, ഏത്തപ്പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ കാപ്പി, കൈവറുത്തത്, പച്ച, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കഴിച്ച് നമ്മൾ പാട്ടുപാടി പാതിരാപ്പൂ ചൂടും. പാതിരാപ്പൂ ചൂടിയിട്ട് നമ്മൾ ആ പൂവിനെ ഒളിപ്പിച്ച് വെച്ചിട്ട്, പണ്ട് കാലത്തെ തിരുവാതിര എന്തൊരു രസമായിരുന്നു അല്ലേ. പാതിരാപ്പൂവൊക്കെ ഒരിടത്ത് കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കും. ചെറുക്കന്മാരൊക്കെ അത് എടുത്തുകൊണ്ട് പോയി മാറ്റി കളയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പൂവ് എടുത്തുകൊണ്ട് വന്ന് തലയിൽ ചൂടിയിട്ടാണ് നമ്മൾ പെണ്ണരക്കൽ, അങ്ങനെയുള്ള ഓരോ കളികളും തുടങ്ങുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു തിരുവാതിര ആശംസകൾ. അതുപോലെ തന്നെ തിരുവാതിര നാളിൽ വൈക്കത്തപ്പൻ്റെ അമ്പലത്തിൽ പ്രത്യേകം തിരുവാതിര പാട്ടും ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനങ്ങളും ഒക്കെ ഉണ്ടാവും. നല്ല ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികൾ ആരെങ്കിലുമൊക്കെ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഓക്കെ ഗായ്സ്, എല്ലാവർക്കും വേണ്ടി നല്ലൊരു തിരുവാതിരയുടെ ഓർമ്മകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്ന്. ഓക്കെ, ബൈ.